650 640 മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പോലും ഈ വർഷം ഗവൺമെന്റ് സീറ്റ് കിട്ടുന്ന ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കഷ്ടമുള്ള ഒരു കാര്യം. കാരണം നീറ്റ് എക്സാമിന് 640 650 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൽ പല വിദ്യാർത്ഥികളും റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും, റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഒരു വർഷം, അതായത് 365 ദിവസം എല്ലാം മാറ്റി വെച്ചിട്ട് നീറ്റിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഒരു വിദ്യാർത്ഥി എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിയുടെ എഫേർട്ട് മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഫേർട്ട് ഉണ്ട്. ഫാമിലി തന്നെ ആ വിദ്യാർത്ഥിയെ സപ്പോർട്ട് ചെയ്ത് അവരെ എൻകറേജ് ചെയ്ത് വിദ്യാർത്ഥിയുടെ പിന്നിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തുള്ളൂ. ടോപ്പ് റാങ്ക്, അതായത് ഫസ്റ്റ് റാങ്ക് 67 വിദ്യാർത്ഥികൾക്കായിട്ട് പോവാണെന്ന് പറയുമ്പോൾ, അതായത് 720 സ്കോർ 67 വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള MBBS കോളേജ് ആയിട്ടുള്ള എയിംസ് ഡൽഹിയിൽ പോലും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി, അതായത് ജനറൽ കാറ്റഗറിയിൽ ജനറൽ സീറ്റിൽ അഡ്മിഷൻ കിട്ടാത്തൊരു അവസ്ഥയുണ്ട് ഈ കൊല്ലം.